Hello everyone. After long time ആണെന്ന് തോന്നുന്നു we are again coming with a public class. Anyway, happy to meet you all. നിങ്ങളൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് അപ്പ് ആയിരിക്കും ബിക്കോസ് HSSTന്റെ ടൈം മീൻസ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അലോങ് വിത്ത് ദറ്റ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ യുവർ HSC എക്സാം. അപ്പം മൊത്തത്തിൽ ഭയങ്കര സ്ട്രെസ്ഡ് അപ്പ് ആൻഡ് ഹൗ ടു ടാക്കിൾ ഇറ്റ്. ഡോണ്ട് വറി, വി ആർ കമ്മിങ് അപ്പ് വിത്ത് ഷെഡ്യൂൾ ഫോർ യുവർ HSST വെരി സൂൺ. ഞങ്ങളുടെ പ്ലാൻ ഒക്കെ ലെയ്ഡ് ഔട്ട് ആണ്, ബട്ട് ദെൻ വി നോട്ട് ഗെറ്റിംഗ് ടൈം ടു റെക്കോർഡ് ആൻഡ് ഓൾ ദാറ്റ്. We will come soon with a schedule and all that. അപ്പോൾ ഇന്ന് നമ്മൾ HSCന്റെ സിലബസിലുള്ള ഓർഡോണി ഗ്രീഷ്യൻ ഏൺ ആണ് നോക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഫ്രൈഡേ ആണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ബിഫോർ ഗോയിങ് ഇൻ ടു ദ പോം എനിക്ക് കുറച്ച് കാര്യം നമ്മുടെ HSC റെഗുലർ ബാച്ചിലുള്ള കുട്ടികളോട് പറയാനുണ്ട്. It's വേറൊന്നുമല്ല, the other people you can just skip to the portion. Okay, ഒരു maybe ഒരു 2 or 3 minutes സ്കിപ്പ് ചെയ്താൽ മതിയായിരിക്കും. സോ നമ്മുടെ HSC പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, റെഗുലർ ബാച്ച് വൺസ് ഭയങ്കര നിങ്ങൾക്കൊരു റീഅഷുറൻസ് തരാൻ വേണ്ടിയാണ്. ദോസ് ഹു ആർ കൺസിസ്റ്റന്റ് ത്രൂ ഔട്ട്. വേറൊന്നുമല്ല, നോക്ക്, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യമാണ്, നമുക്ക് ഈ എൻ്റെ ഡിസ്ട്രിക്റ്റിൽ 1000 കൂടുതൽ ആളുകളുണ്ട്, ദെൻ ഐ ഹാവ് ടു ബി ഇൻ ദ ഫസ്റ്റ് 5. ഹൗ am I going to be in the first 5? ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. റെഗുലർലി എല്ലാ എക്സാംസും എഴുതുന്ന, എല്ലാ എക്സാംസും പ്രിപ്പയർ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതുന്ന എത്ര പേര് ആദ്യം ഉണ്ടായിരുന്നു? ഹൗ മെനി പീപ്പിൾ ആർ ദേർ നൗ? ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഡെയിലി നിങ്ങൾ വീക്ക്ലി ഉള്ള റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് the number slowly comes down. ആദ്യം ഓക്കെ മോക്ക് ടെസ്റ്റ് ലോഞ്ച് ചെയ്തു, ഓക്കെ ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആദ്യം 1-2 മോക്ക് ടെസ്റ്റ് എഴുതും. ദെൻ അഗെയിൻ ദറ്റ് കൺസിസ്റ്റൻസി പിന്നെ കാണത്തില്ല. ദെൻ എല്ലാവരും പഠിക്കാണ്ടാവും. അപ്പം ദെൻ ഇതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന, ഭയങ്കര പെർസിസ്റ്റന്റ് ആയിട്ട് ഓക്കെ ഐ വോണ്ട് ദിസ് എന്ന് പറഞ്ഞ് ഇതേന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ വളരെ കുറച്ചായിരിക്കും. സോ ദെൻ നിങ്ങൾ അങ്ങനെ കോമ്പറ്റീഷൻ ഭയങ്കരമാണ്, എനിക്ക് കിട്ടാൻ പോകുന്നില്ല അങ്ങനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പെർസിസ്റ്റന്റ് ആയിട്ട് ഇത് തന്നെ വേണം എന്ന് വെച്ച് ഫോക്കസ് ചെയ്ത് ഡെയിലി ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച്, ഈ സമയം ഇല്ലെങ്കിലും സംഭവം ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. വിച്ച് മീൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. ഐ എം നോട്ട് ടോക്കിംഗ് എനിത്തിങ് ടു ദോസ് ആർ നോട്ട് റൈറ്റിംഗ് ദ എക്സാംസ്. റെഗുലർ ബാച്ചിലെ കുട്ടികളോടാണ്. പുറത്തുനിന്നുള്ള കുട്ടികൾ ദേ കം ടു അസ് ആൻഡ് ആസ്ക് us, ഓക്കെ ഞങ്ങൾക്ക് പഴയ എക്സാം മിസ്സായിപ്പോയി, ഞങ്ങൾ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം അറിയാൻ ലേറ്റായി, തന്നെ ഞങ്ങൾക്ക് പഴയ എക്സാംസിന്റെ PDF കിട്ടുമോ, അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ, അവരൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ട്. ബട്ട് വി ആർ വെരി സാഡ്. നിങ്ങളുടെ കൂടെയാണ്, റെഗുലർ ബാച്ചിലുള്ള നിങ്ങളുടെ കൂടെയാണ് ത്രൂ ഔട്ട് നമ്മൾ ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഐ തിങ്ക് ഓരോ എക്സാം കഴിയുമ്പോഴും we used to personally come to you and ask, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ഓൺ ട്രാക്ക് ആണോ, എന്തെങ്കിലും സപ്പോർട്ട് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ അറിയണോ. അപ്പം അത്രയും എഫേർട്ട് വി ഹാവ് പുട്ട് ഇൻ ആൻഡ് വി ആർ പുട്ടിങ് ഇൻ. പക്ഷെ ദെൻ യു ആർ നോട്ട് മെനി ഓഫ് യു ആർ നോട്ട് റെസിപ്രോക്കേറ്റിംഗ്, which is very sad. So then I am not going to come behind you anymore. മോക്ക് ടെസ്റ്റ് എഴുതുന്നവർ, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് എഴുതുന്നവരോട് മാത്രമായിരിക്കും ഐ വിൽ ബി കമ്മ്യൂണിക്കേറ്റിംഗ്. അത് ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യമാണ്. ഐ ഡോണ്ട് വാണ്ട് ടു കം ബിഹൈൻഡ് യു ആൻഡ് ആസ്ക് യു പഠിക്കുക. ആ ഒരു കുറേ ഞാൻ പറഞ്ഞു. ദെൻ അഗൈൻ നിങ്ങൾക്ക് വേണ്ടാത്തൊരു സാധനം why would I force you to do? It's ultimately your choice. അപ്പം I won't come and communicate to any of you who are not writing the exams. എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുടെ അടുത്ത് മാത്രമായിരിക്കും എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഐ വിൽ നോട്ട് കം ബിഹൈൻഡ് എനി ഓഫ് യു പീപ്പിൾ ഹു ആർ നോട്ട് റൈറ്റിംഗ് ദ എക്സാം. ഓക്കെ, അത്രയാണ് റെഗുലർ ബാച്ചിലുള്ള കുട്ടികളോട് പറയാനുള്ളത്. നൗ അതേഴ്സ് കെൻ ഓൾസോ കം ഇൻ. ചെറിയ വഴക്കൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ്. നമുക്കിനി ഓർഡോണി ഗ്രീഷ്യൻ ഏൺ നോക്കാം. അപ്പം നമ്മൾ ഓർഡോണി ഗ്രീഷ്യൻ ഏൺ നോക്കുമ്പോൾ ആദ്യം നമ്മൾ എല്ലാ പോമും ഏത് ലിറ്റററി വർക്ക് പഠിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഏത് പീരീഡിലാണ് ഈ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്, എന്താണ് ആ ലിറ്റററി പീരീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വാട്ട് വാസ് ദ കൾച്ചർ ഡ്യൂറിങ് ദാറ്റ് ടൈം, വാട്ട് വാസ് ഹാപ്പനിങ് പൊളിറ്റിക്കലി ഡ്യൂറിങ് ദാറ്റ് ടൈം, ഇതൊക്കെ നമ്മൾ അറിയണം. സോ ഇത് നിങ്ങൾക്ക് റൊമാൻറ്റിക് പീരിയഡ് ഓൾറെഡി ജിതിൻ മസ്റ്റ് ഹവ് ടേക്കൺ ഫോർ യു ആൻഡ് ഹി മസ്റ്റ് ഹവ് ഗിവൻ യു ഇൻ ഡീറ്റെയിൽ എന്തൊക്കെയാണ് ആ ഏജിന്റെ പ്രത്യേകത. ഹിസ്റ്ററി പോർഷൻസ് ഒക്കെ നമ്മൾ എടുത്താണ്. ബട്ട് ദെൻ ഐ വിൽ ജസ്റ്റ് ഒന്ന്
ബ്രീഫായിട്ട് വേഗത്തിൽ പറയുകയുള്ളൂ. നമ്മൾ ലാസ്റ്റ് നോക്കിയത് സ്കൂൾ ഫോർ സ്കാൻഡൽ അതൊക്കെയാണ്. അതൊക്കെ ഏത് ഏജാണ്? അഗസ്റ്റിൻ ഏജ് ഓഫ് സെൻസിബിലിറ്റി, ആ ഒരു പീരീഡാണ്. ന്യൂ ക്ലാസിക്കൽ ഏജാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൊമാൻറ്റിക് പീരീഡ് വരുന്നത്. റൊമാൻറ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി കോൺട്രറി ടു ദ ന്യൂ ക്ലാസിക്കൽ ഏജ്. റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ്സ് a kind of contrary to the neoclassicism actually. Neoclassicism എന്താ ചെയ്തത്? അവർ ഭയങ്കര ഇമോഷൻ റെസിസ്റ്റന്റ് ആയിരുന്നു, ഭയങ്കര ഓർഡർ, ലോജിക് ഇതിനൊക്കെ വേണ്ടി സ്റ്റാൻഡ് ചെയ്ത ആളുകളാണ്. അപ്പൊ ദെൻ റൊമാൻറ്റിസിസം എങ്ങനെയാണ്? ദേ ഗേവ് എംഫസിസ് ഓവർ ഇമാജിനേഷൻ. നേരെ ഉൾട്ടയാണ് ന്യൂ ക്ലാസിസിസം, നേരെ ഉൾട്ടയാണ്, ഓപ്പോസിറ്റ് ആണ് റൊമാൻറ്റിക് പീരിയഡ് എന്ന് പറയുന്നത്. ഏത് ഇയറിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് ബിഗാൻ ഇൻ 1785 എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 1789 എന്ന് പറയാം, ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങിയ വർഷം, അല്ലെങ്കിൽ 1798 എന്ന് പറയാം, ദി ഇയർ ഇൻ വിച്ച് ലിറിക്കൽ ബാലൻസ് വാസ് പബ്ലിഷ്ഡ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് റൊമാൻറ്റിക് പീരിയഡിന്റെ ഒരു ബിഗിനിങ് ആയിട്ട് എടുക്കാം. Roughly നമുക്ക് 1785 and it ended in 1830, maybe 1832, the year in which Walter Scott died. പിന്നെ റിഫോം ബില്ല് പാസ്സായ ഇയർ. അപ്പോൾ വിക്ടോറിയൻ ഇയറ ബിഗിൻ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാം. എൻഡഡ് ഇൻ 1830. അപ്പം 1785 to 1830 ആണ് റൊമാൻറ്റിക് പീരിയഡ് എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ കോൺട്രിബ്യൂട്ട് ടു ദ ന്യൂ ക്ലാസിസം. പിന്നെ അവര് ഈ നമ്മുടെ റൊമാൻറ്റിക്സ് എങ്ങനെയാന്ന് വെച്ചാൽ ദേ സോ ലൈഫ് വിത്ത് എന്താണ് ഒരു ഫ്രഷ് വിഷനോട് കൂടിയൊക്കെയാണ് ദിസ് റൊമാൻറ്റിക് പീപ്പിൾ സോ വേൾഡ്. ദേ സോ ലൈഫ് വിത്ത് ന്യൂ സെൻസിബിലിറ്റീസ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ അന്നത്തെ ലിറ്റററി വർക്ക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നേച്ചർ ഫോക്കസ്ഡ് ആയിരുന്നു. ഒരു കമ്മ്യൂണിയൻ വിത്ത് നേച്ചർ എപ്പോഴും ലിറ്റററി വർക്ക്സിലെല്ലാം കാണാം. പിന്നെ ഹ്യൂമൻ ലൈഫിനകത്തുള്ള ഇൻട്രസ്റ്റ്, ദെൻ their profound impulsiveness, പിന്നെ ആ ഒരു ഇമാജിനേഷൻ ഉള്ള ഒരു ഇമ്പോർട്ടൻസ്, ദാറ്റ് ഇമാജിനേറ്റീവ് പ്രൊപ്പൻസിറ്റി, പിന്നെ ലിറിക്കൽ സബ്ജക്റ്റിവിറ്റി, ഇതൊക്കെ റൊമാൻറ്റിക് പീരിയഡിന്റെ പ്രത്യേകത. ആൻഡ് മോർ എന്താണ്, ഇറ്റ് വാസ് എൻ ഏജ് ഓഫ് വേർഡ്സിനാണ് അല്ലെങ്കിൽ പോയട്രിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഒരു പീരിയഡിൽ ഉണ്ടായിരുന്നത്. അത്രയാണ് റൊമാൻറ്റിക് പീരിയഡിനെ കുറിച്ച് റഫ്ലി നിങ്ങളൊന്ന് എന്താണ് ആ ഏജ്, അല്ലെങ്കിൽ ഇത് ഏത് ഏജിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർക്കുവാണെങ്കിൽ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു റിമെമ്പർ. ഇത്രയും ഒരു ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ബ്രെയിനിൽ വരേണ്ട കാര്യമാണ്. ബട്ട് അതർ തിങ്സ് ജിതിൻ സാർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ടു ദാറ്റ് വീഡിയോ, വാച്ച് ഇറ്റ് ഇഫ് യു ഡോണ്ട് റിമെമ്പർ. റൊമാൻറ്റിക് പീരിയഡിനെ കുറിച്ച് ലൈക്ക് എല്ലാ പോയിന്റ്സിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹി ഹാസ് ടേക്കൺ ഫോർ യു ഗൈസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ലെറ്റ്സ് ഗോ ടു ദ സ്ലൈഡ്. സെലിബ്രേഷൻ ഓഫ് നേച്ചർ ആൻഡ് കോമൺ മാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആൻഡ് ഐഡിയലൈസേഷൻ ഓഫ് വിമൻ ആൻഡ് ആൻ എംബ്രേസ് ഓഫ് ഐസൊലേഷൻ ആൻഡ് മെലങ്കോളി, ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇനി നമ്മുടെ കീറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിയണമല്ലോ. കീറ്റ്സ് വാസ് ബോൺ ഇൻ 1795 ആൻഡ് ഹി ഡൈഡ് ഇൻ 1821. ഭയങ്കര ഷോർട്ട് ലിവ്ഡ് ആയിരുന്നു കീറ്റ്സ്. പക്ഷെ ഈ ചെറിയ സ്മോൾ സ്പാൻ വിച്ച് ഹി ലിവ്ഡ് ഇൻ, ആ ഒരു സമയത്ത് ഹി ക്രിയേറ്റഡ് വെരി വെരി നൈസ് പീസസ് ഓഫ് ലിറ്ററേച്ചർ. നമ്മൾ ആളുടെ ഓരോ പോം വായിക്കും. ഇപ്പം ഗ്രീഷ്യൻ ഉർണൊക്കെ നിങ്ങൾ ഒരുപാട് തവണ വായിച്ചതും കേട്ടതും എൻജോയ് ചെയ്തതും ഒക്കെ ആയിരിക്കും. ഭയങ്കര വിഷ്വൽ, നമ്മുടെ സെൻസസിനൊക്കെ ഭയങ്കരമായിട്ടും അപ്പീൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് പോയിട്രിയാണ് കീറ്റ്സിന്റെ. ഭയങ്കര ഇഷ്ടപ്പെടും, നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ വൺ ടൈം വായിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന കൈൻഡ് ഓഫ് പോയിട്രിയാണ് കീറ്റ്സിന്റെ. ആൻഡ് അബൌട്ട് കീറ്റ്സ്, ഹിസ് ചൈൽഡ്ഹുഡ് വാസ് വെരി ഭയങ്കര അൺഫോർച്ചുനേറ്റ് ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഹിസ് ഫാദർ ഡൈഡ് വെൻ ഹി വാസ് 8 years old, and then his mother again remarried, but then mother also died when Keats was 14 years of age. അപ്പം he was because parents ഒക്കെ മരിച്ചതുകൊണ്ടായിരിക്കാം ഇത്രയും യങ് ഏജിൽ he was deeply attached to his siblings. അവര് 4 പേരാണ്, ജോർജ്, ടോം, ഫാനി, പിന്നെ കീറ്റ്സ്. അപ്പം ഹി വാസ് വെരി മച്ച് അറ്റാച്ച്ഡ് ടു ഹിസ് സിബ്ലിങ്സ്. പിന്നെ നമ്മുടെ കീറ്റ്സിന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരും ഫാനി എന്ന് തന്നെയാണ്. ആൻഡ് ഹി വാസ് apprenticed to an apothecary surgeon. He was a doctor actually, and he was well educated at Clark's School, Enfield. Pinne he belonged to the late romantics. ആരൊക്കെയാണ് late romantics? ബൈറൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ്. ബൈറൺ ആണെങ്കിൽ ഒരു മൊറാലിറ്റിനെ കുറിച്ചാണ് മോർ ഹി റോട്ട് അബൌട്ട്. ദെൻ ഷെല്ലി പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റെവല്യൂഷൻ. ഷെല്ലിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അതല്ലേ മനസ്സിൽ വരുന്നത്. But then Keats ഒരു വർക്കിംഗ് ക്ലാസ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. He was known as a working class poet.
And Keats was influenced by Spencer. ഇപ്പം നമ്മൾ പറഞ്ഞ he is a working class poet who is ഇയാളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക്വുഡ് മാഗസിനകത്തൊക്കെ കോക്നി സ്കൂൾ എന്നാണ് കീറ്റ്സിന്റെ ഇതിനെ അറിയപ്പെടുന്നത്, കോക്നി സ്കൂൾ. പിന്നെ ആളുടെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വർക്ക്സ് ആണ് ഐ സ്റ്റുഡ് ടിപ്റ്റോ അപ്പോൺ എ ലിറ്റിൽ ഹിൽ, സ്ലീപ്പ് ആൻഡ് പോയിട്രി. പിന്നെ ആളുടെ ഫേമസ് സോണറ്റ് ആണ് ഓൺ ഫസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോം. അപ്പം ഈ വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഗ്രീഷ്യനാണെങ്കിൽ പഠിക്കാനുള്ളെങ്കിലും യു ഷുഡ് നോ എവറിത്തിങ് അബൌട്ട് ദ പോയിറ്റ് ഓൾസോ. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആൻഡ് ഹി വാസ് ഇൻ ലവ് വിത്ത് ഫാനി ബ്രൗൺ. ദെൻ ഹി ഡൈഡ് ഓഫ് TB. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഡീറ്റെയിൽസ് ആണ്. ദെൻ ആളുടെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ലേഹണ്ട് ആണ് ആക്ച്വലി ആളുടെ കുറേ വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ലേഹണ്ട് ആണ്. ലേഹണ്ട് വാസ് എ ഫൗണ്ടർ ഓഫ് എക്സാമിനർ എന്ന് പറയുന്ന ജേർണലിന്റെ ഫൗണ്ടർ ആണ്. ആൻഡ് ഈ പബ്ലിഷ്ഡ് കീറ്റ്സ് സോണറ്റ് ഓ സോളിറ്റ്യൂഡ്. ആൻഡ് പിന്നെ ഈ യങ് പോയിറ്റ്സ് ഇഷ്യൂ ഓഫ് എക്സാമിനർ അതിനകത്ത് ലേഹണ്ട് ഹെയിൽഡ് കീറ്റ്സ്, ഷെല്ലി ആൻഡ് റെയ്നൾഡ് ആസ് ദ മോസ്റ്റ് പ്രോമിസിങ് യങ് പോയിറ്റ്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലേഹണ്ട് കീറ്റ്സിനെ ഒക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് promising young poet എന്നാണ്. ആൻഡ് ദ ഫസ്റ്റ് വോള്യൂം ഓഫ് പോയട്രി പോംസ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1817. ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണം എന്നില്ല. ബട്ട് ദെൻ ദർ ആർ സം സ്ട്രൈക്കിംഗ് തിങ്സ് അല്ലെ, ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ നമുക്ക് തോന്നുന്ന ചിലതല്ല, അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ആൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കോക്നി സ്കൂളിന്റെ കാര്യം, ഇൻ എ റിവ്യൂ പബ്ലിഷ്ഡ് ഇൻ ബ്ലാക്ക്വുഡ് മാഗസിൻ, Keats, Hunt and Hazlitt were ridiculed as the Cockney school. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആലോചിച്ചാൽ നമുക്ക് ഓർക്കാലോ ആരൊക്കെയാണ് കോക്നി സ്കൂൾ എന്ന് വിളിച്ചത്. ഒരു 3 പോയിന്റ്സിന്റെ പേര് റാൻഡം ആയിട്ട് അങ്ങനെ ഒരു 3-4 ഷെല്ലി, കീറ്റ്സ്, ബൈറൺ, കീറ്റ്സ്, ഹണ്ട്, ഹാസ്ലിറ്റ്, കീറ്റ്സ്, അങ്ങനെ മാറ്റി മാറ്റി ഓപ്ഷൻസ് തന്നില്ല, നിങ്ങൾ ഏത് ചൂസ് ചെയ്തു. സോ കീറ്റ്സ്, ഹണ്ട് ആൻഡ് ഹാസ്ലിറ്റിനെയാണ് കോക്നി സ്കൂൾ എന്ന് ക്രിട്ടിസൈസ് ചെയ്തിരുന്നത് for that working class kind of poetry that they wrote. And പിന്നെ വേറൊരു ഫേമസ് പോം ആണ് ഇസബെല്ല ഓർ ദ പോർട്ട് ഓഫ് ബേസിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബൊക്കാച്ചോയുടെ ഡെക്കാമറോണിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു സ്റ്റോറി എടുത്തിട്ടാണ് ഈ പോം എഴുതിയിട്ടുള്ളത്. അതിന്റെ ഒരു ടെക്നീക്ക് ഭയങ്കര രസമാണ്. നിങ്ങൾ ആ പോം ജസ്റ്റ് whenever you get some time അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോം വായിക്കാതിരിക്കുമ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കണം. ആ ഒരു സ്റ്റൈൽ ഓഫ് ആ ഒരു പോയിട്രിയുടെ സ്റ്റൈൽ ഇസ് വെരി ഡിഫറെന്റ്. പിന്നെ in 1818 a first long poem Endymion was published and it was dedicated to Thomas Chatterton. ഹീറോയിക് കപ്ലെറ്റ്സിലാണ് അത് എഴുതിയിട്ടുള്ളത്. പിന്നെ ആ എൻഡിമിയന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ a thing of beauty is a joy forever, വെരി ഫേമസ് ആണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. Endymion was dedicated to Thomas Chatterton. ഹീറോയിക് കപ്ലെറ്റിലാണ് ആ എൻഡിമിയൻ എഴുതിയിട്ടുള്ളത്. ബിക്കോസ് എൻഡിമിയൻ ഇസ് എ വെരി ഫേമസ് വർക്ക് ഓഫ് കീറ്റ്സ്. അപ്പം അതിനകത്തുനിന്നും they can ask you questions. Not that intricate ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നല്ല, but these are all basic details which is supposed to know. Okay. അപ്പോ ദാറ്റ് തിങ് 1818 എൻഡിമിയൻ പബ്ലിഷ് ചെയ്യുന്നത്. എൻഡിമിയന്റെ ഫസ്റ്റ് ലൈൻ ഇസ് a thing of beauty is a joy forever. അത് എന്തുകൊണ്ട് ഓർക്കണം എന്ന് വെച്ചാൽ ദാറ്റ് സെയിം ലൈൻ യു കെൻ സീ നോട്ട് ഓൺ ഗ്രീഷ്യൻ ഉർൻ ഓൾസോ. പിന്നെ ആളുടെയാണ്, ജോൺ കീറ്റ്സിന്റെ ആണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഐഡിയ. He developed the idea of negative capability in a December 1817 letter to his brother. അപ്പം എന്താണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല. when a man is capable of being in uncertainties, mysteries, doubts without any irritable reaching after fact and reason, അതാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് വെച്ചാൽ. എന്താണ്, നമുക്കൊരു ഡൗട്ടിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. നമുക്ക് ഒരു എപ്പോഴും ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് ടു സീക്ക് ഫോർ ക്ലാരിറ്റി, സീക്ക് ഫോർ റീസൺ, ഫാക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ വേണം. പക്ഷെ നമുക്ക് ആ ഒരു അൺസർട്ടനിറ്റിക്കകത്തും ഇരിക്കാൻ പറ്റണം. അതാണ് അത് നമുക്ക് ഈ പോം വായിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ മനസ്സിലാവും വാട്ട് യു മെൻ ബൈ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്നുള്ളത്. അപ്പം ആ ഒരു കേപ്പബിലിറ്റി ഓഫ് എ മാൻ ടു ബി ഇൻ അൺസർട്ടനിറ്റി വിതൗട്ട് ട്രൈങ് ടു റീച്ച് ഫോർ ക്ലാരിറ്റി, ഫാക്ട്, റീസൺ, ഇതിനൊന്നും വേണ്ടി റീച്ച് ഔട്ട് ചെയ്യാതെ ടു ബി ഏബിൾ ടു ബി ഇൻ അൺസർട്ടനിറ്റി, അതാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. സോ ഹി യൂസ് ദിസ് ഫ്രേസ് to characterize the capacity of great writers to pursue a vision of artistic beauty even when it leads them into intellectual confusion and uncertainty, as opposed to a preference for philosophical certainty over artistic beauty. അപ്പം പുള്ളി ബേസിക്കലി ഇത് ഷേക്സ്പിയറിനെ കുറിച്ചാണ്, പർട്ടിക്കുലർലി ഷേക്സ്പിയറിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. അതായത് എപ്പോഴും ഗ്രേറ്റ് റൈറ്റേഴ്സിനൊക്കെ ഈ ഒരു എബിലിറ്റി ഉണ്ട്, എന്ത്, ടു ബി ഇൻ അൺസർട്ടനിറ്റി. നമുക്ക് ആ ഒരു ആർട്ടിസ്റ്റിക് ബ്യൂട്ടി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർസ്യൂട്ടിൽ
ടു ബി ഇൻ അൺസർട്ടൻറ്റി. അതിന് ആ ഒരു അൺസർട്ടൻറ്റിയിൽ ഇരിക്കാനുള്ളൊരു കേപ്പബിലിറ്റി, അതാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു റീച്ച് ഫോർ ക്ലാരിറ്റി, റീസൺ, പിന്നെ ആ ഒരു സാധനത്തിൽ നിന്നും പോവാതെ to be in uncertainty, to be comfortable with uncertainty in the poet's pursuit for the vision of artistic beauty. അതാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അത് ഒരുപാട് ക്രിട്ടിക്സ് ഇത് ചെയ്തിട്ടുള്ള, അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു ഐഡിയയുമാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി. പിന്നെ കീറ്റ്സിനെ കുറിച്ച് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ജസ്റ്റ് ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. അഡനൈസിൽ ഷെല്ലി ബ്ലെയിംസ് ദ ഹോസ്റ്റൈൽ ക്രിട്ടിക്സ് ഫോർ കീറ്റ്സ് ഡെത്ത്. ഷെല്ലി പറയുന്നുണ്ട് ഈ ക്രിട്ടിക്സ് ഒക്കെ ഇത്രയും അറ്റാക്ക് ചെയ്തിട്ടാണ് പാവം നമ്മുടെ കീറ്റ്സ് മരിച്ചു പോയത്, മനസ്സ് വിഷമിച്ചിട്ടാണെന്ന് അഡനൈസിൽ ഷെല്ലി പറയുന്നുണ്ട്. പിന്നെ ദ ഈവ് ഓഫ് സെയിന്റ് ആഗ്നസ് ഇസ് എ റൊമാൻറ്റിക് നറേറ്റീവ് പോയം ഓഫ് 42 സ്പെൻസേറിയൻ സ്റ്റാൻസസ് സെറ്റ് ഇൻ ദ മിഡിൽ ഏജസ്. ഇതൊക്കെ ബേസിക് ആയിട്ട് കീറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈവ് ഓഫ് സെയിന്റ് ആഗ്നസ് 42 സ്പെൻസേറിയൻ സ്റ്റാൻസസ് ആണ്. ഈ 42 എന്നുള്ള നമ്പർ ഒന്നും ഓർക്കുന്നില്ലെങ്കിലും സ്പെൻസേറിയൻ സ്റ്റാൻസാസിലാണ് ഈവ് ഓഫ് സെയിന്റ് ആഗ്നസ് എഴുതിയിരുന്നത്. ഈവ് ഓഫ് സെയിന്റ് ആഗ്നസ് വാസ് റിട്ടൺ ബൈ കീറ്റ്സ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ലാബെൽ ഡെയിം സാംസ് മേഴ്സി, അതും ഭയങ്കര ഫേമസ് ആണ്. ഐ തിങ്ക് യു മസ്റ്റ് ഹവ് സ്റ്റഡീഡ് ദോസ് ഇൻ യുവർ UG ക്ലാസ്സസ്. പിന്നെ ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം വാസ് റിച്ച് ഇൻ വാട്ടർ. ഇതാണ് കീറ്റ്സിന്റെ ഗ്രേവിൽ എഴുതിയിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള കോട്ട്. Here lies one whose name was rich in water. എന്നും ചോദിക്കാം. ഐ ഹവ് സീൻ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. അതായത് ഈ ലൈൻ തന്നിട്ട് ഇത് ആരുടെ ഗ്രേവിൽ എഴുതിയിട്ടുള്ള കോട്ടാണ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ലൈൻ തന്നെ പറയാൻ വേണ്ടി പറയാം. സോ യു ഷുഡ് റിമെമ്പർ ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം വാസ് റിച്ച് ഇൻ വാട്ടർ. ഇതാണ് കീറ്റ്സിന്റെ ഗ്രേവിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി കീറ്റ്സിന്റെ ഫേമസ് ആയിട്ടുള്ള ഓഡ്സ് ആണ്. 6 ഓഡ്സ് ആണുള്ളത്. ഓഡോടെ ഗ്രീഷ്യൻ ഏൺ, ഓഡ് ടു സൈക്കി, ഓഡ് ടു നൈറ്റിംഗേൽ, ഓഡ് ടു മെലങ്കലി, ഓഡ് ടു ഓട്ടം ആൻഡ് ഓഡ് ഓൺ ഇൻഡോളൻസ്. ഇത് ഇത്രയും, ഇത് മിക്കതും നിങ്ങൾ വായിച്ചു കഴിഞ്ഞതായിരിക്കും ഓൾറെഡി. ഓഡോടെ ഗ്രീഷ്യൻ ഏണൊക്കെ മെനി ടൈം നിങ്ങൾ ഒരുപാട് തവണ ക്ലാസ്സുകളിൽ തന്നെ കേട്ടതും പഠിപ്പിച്ചതും ഒക്കെ ആയിരിക്കും. ഇത് എൻജീനിയറിന്റെ ഓപ്പണിംഗ് ലൈനാണ്. Sorry. A thing of beauty is a joy forever. Its loveliness increases. It will never pass into nothingness. In the ending and opening line. Okay. Yeah. In other important works on the Hyperion, the fall of Hyperion. On first looking into Chairman's Homer, നമ്മൾ പറഞ്ഞു. പിന്നെ ആള് Petrarchan sonnets എഴുതിയിട്ടുണ്ട്, Shakespearean sonnets എഴുതിയിട്ടുണ്ട്. Okay. പിന്നെ When I have fears that I may cease to be, one of his famous works ആണ് When I have fears that I may cease to be. ഇനി നമുക്ക് ഓഡോണെ ഗ്രീഷ്യൻ ഏണിന്റെ ഫീച്ചേഴ്സും അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വേഗത്തിൽ നോക്കാം. Then we'll go into the poem. Okay. It was published anonymously in January 1820. Published in the magazine Annals of the Fine Arts. Annals of the Fine Artsലാണ് ഇത് പബ്ലിഷ് ആവുന്നത്. These things നിങ്ങൾ ഏത് വർക്ക് പഠിക്കുമ്പോഴും ലൈക്ക് ഐ ഓൾവേസ് സേ എവിടെയാണ് പബ്ലിഷ് ചെയ്തത്, പബ്ലിഷ് ചെയ്ത ഇയർ, ഓപ്പണിംഗ് ലൈൻസ്, എൻഡിങ് ലൈൻസ്, പിന്നെ അതിനകത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഫ്രേസസ്, അങ്ങനത്തെ സാധനങ്ങൾ, ക്രോസ് ടെക്സ്ച്വൽ റെഫറൻസസ്, ഇതൊക്കെ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ the poem is one of the several great odes of 1890. Great odes of 1890 എന്ന് പറഞ്ഞാൽ 5 odes ഉണ്ട്. Ode on Indolence, Psyche, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 എണ്ണവും ഉണ്ട്. Great odes of 1890 എന്ന് പറഞ്ഞാൽ 5 odes ആണ് കേട്ടോ. And he was inspired to write the poem after reading 2 articles by English artist and the writer Benjamin Hayden. ഹെയ്ഡന്റെ 2 ആർട്ടിക്കിൾസ് വായിച്ചിട്ടാണ് he was inspired to write Ode on a Grecian Urn. അതേപോലെ തന്നെ ഇത് മാത്രമല്ല, ഹെയ്ഡന്റെ ആർട്ടിക്കിൾ മാത്രമല്ല, he had visited the Elgin Marble Museum in London. അപ്പം അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ആള് ഓൺ സീയിങ് ദ എൽജിൻ മാർബിൾസ് അങ്ങനെ ഒരു സോണറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ദിസ് ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ ഓൾസോ. അപ്പം ഹെയ്ഡന്റെ ഈ 2 ആർട്ടിക്കിളും ഇൻസ്പയർഡ് ആണ്. പിന്നെ his visit to Elgin Marble Museum in London, that also inspired him to write Ode on a Grecian Urn. പിന്നെ ഇതിന്റെ ഫോം എന്ന് പറയുന്നത് 5 stanzas ഉള്ള ടോട്ടൽ 50 ലൈൻസ് ഉള്ള പോമാണ്. 5 stanzas, 10 lines each. പിന്നെ ഇറ്റ്സ് റിട്ടൺ ഇൻ iambic pentameter. പിന്നെ ഞാനിപ്പം പറഞ്ഞ എൽജിൻ മാർബിൾ മ്യൂസിയമിലും പോയതും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. The focus seems to be the exemplary qualities of ancient Greek art, more generally a popular contemporary subject taken on by writers such as
വില്യം ഹാസ്ലിറ്റ് ആൻഡ് ബെഞ്ചമിൻ ഹെയ്ഡൻ. അപ്പം അന്നത്തെ ഗ്രീക്ക് ആർട്ടൊക്കെ ഭയങ്കരമായിട്ടും ഇവര് it was the subject of poetry, and particularly in reaction to the Elgin marbles which were acquired by Britain in 1816. Keats referred to them in a sonnet, ഞാൻ പറഞ്ഞില്ലേ, on seeing the Elgin marbles and in the hay flowing to the skies. അത് നമ്മുടെ ഈ പോമിലുള്ളതാണ്. നോട്ട് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹെയ്ഫ് എന്ന് വെച്ചാൽ നമ്മൾ പോം പഠിക്കുമല്ലോ, അപ്പം നമുക്ക് നോക്കാം. ദെൻ ഈ ഗ്രീക്ക് ആർട്ട് ഭയങ്കരമായിട്ടും ആ സമയത്തുള്ള എല്ലാ പോയറ്റ്സിന്റെയും ഒരു സബ്ജക്റ്റ് ആയിരുന്നു അന്നത്തെ പഴയ ഗ്രീക്ക് ആർട്ട് എന്നൊക്കെ പറയുന്നത്. ഹെലനിസം എന്നൊക്കെ ഭയങ്കര വൺ ഓഫ് ദ എന്താണ് ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിക് പോയട്രിയാണ്. And Urn is addressed as unravished bride of quietness, sylvan historian, Attic shape, cold pastoral. ഇങ്ങനെയൊക്കെ ഏണിനെ വിളിക്കുന്നുണ്ട്. ഇത് ചോദിക്കും കേട്ടോ. ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രത്യേകം വേറെ സ്ലൈഡിൽ ഇട്ട് തന്നത്. അൺറാവിഷ്ഡ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നസ്, സിൽവൻ ഹിസ്റ്റോറിയൻ, ആറ്റിക് ഷേപ്പ്, കോൾഡ് പാസ്റ്ററൽ. ഇതിന്റെ കൂടെ വേണമെങ്കിൽ അവർ വേറൊരു സാധനം കൂടെ കുക്കപ്പ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് വിച്ച് വാസ് നോട്ട് അഡ്രസ്ഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം അതുകൊണ്ട് ഓർത്തിരിക്കണം. അൺറാവിഷ്ഡ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നസ്, സിൽവൻ ഹിസ്റ്റോറിയൻ, ആറ്റിക് ഷേപ്പ് ആൻഡ് കോൾഡ് പാസ്റ്ററൽ. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ പോം. ഭയങ്കര രസമാണ്, ഭയങ്കര വിഷ്വലി നമ്മളെ പ്ലീസ് ചെയ്യുന്ന, നമ്മളെ സെൻസസിനെ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യുന്ന പോമാണ്. നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിൽ കാണാൻ പറ്റും. ഇങ്ങനെ ആ ഏണും കീറ്റ്സ് നിന്ന് ഏണിനെ നോക്കുന്നതും പിന്നെ അതിനകത്തുള്ള ഓരോ പിക്ചേഴ്സും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും വെൻ വി റീഡ് ദിസ് പോം. അത്രയ്ക്ക് നല്ലൊരു പോമാണ്. ഓക്കെ, നമുക്ക് വായിക്കാം. Thou still unravished bride of quietness, thou foster child of silence and slow time, sylvan historian who canst thus express a flowery tale more sweetly than a rhyme. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്പീക്കർ നേരെ ഏണിനെ അഡ്രസ് ചെയ്യാണ്. യു സ്റ്റിൽ അൺറാവിഷ്ഡ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നെസ്. അപ്പോൾ നമ്മൾ ഏണിനെ വിളിക്കുന്നത് തന്നെ ബ്രൈഡ് ഓഫ് ക്വയറ്റ്നെസ്, ഹു വാസ് നോട്ട് ടച്ച് ബൈ പാർട്ട്ണർ എന്നാണ് വിളിക്കുന്നത്. സോ എസ്റ്റാബ്ലിഷ് ദിസ് പോം ആസ് എ വർക്ക് ഓഫ് എക്ഫ്രേസസ്. എക്ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? റൈറ്റിംഗ് അബൌട്ട് എൻ ആർട്ട് ഓബ്ജക്റ്റ് എന്ന്, അതാണ് എക്ഫ്രേസ് എന്ന് പറഞ്ഞാൽ. അതായത് ആർട്ട് അബൌട്ട് എൻ ആർട്ട്, അതാണ് എക്ഫ്രേസസ്. അപ്പോൾ പോം ബിഗിൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷസ് ദ പോം ആസ് എ വർക്ക് ഓഫ് എക്ഫ്രേസസ്. പിന്നെ ഈ ബിഗിനിങ് തന്നെ ക്വിക്ലി സെറ്റ്സ് അപ്പ് ദ പോം ആസ് എ ഡയറക്റ്റ് അഡ്രസ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ദ ഏൺ. ഞാനിപ്പോൾ പറഞ്ഞതാണ്. ആൻഡ് ദ ഏൺ ഹാസ് എൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ക്വയറ്റ്നെസ്. ദാറ്റ് ഇസ് ക്വയറ്റ്നെസ് ഈസ് ഇറ്റ്സ് യൂഷ്വൽ കമ്പാനിയൻ. അപ്പോൾ ആള് വിളിക്കുന്നത് തന്നെ എന്താണ് ഏണിനെ? യു ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സൈലൻസ് ആൻഡ് സ്ലോ ടൈം. അപ്പം ഏണും ക്വയറ്റ്നെസ്സും തമ്മിൽ ഭയങ്കര റിലേഷനാണ്. യു സ്റ്റിൽ അൺറാവിഷ്ഡ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നെസ്. നോബഡി ഹാസ് എവർ ടച്ച് ദ ഏൺ. നോബഡി ഹാസ് അതായത് ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാത്ത പ്യുവർ ആയിട്ടുള്ള ചേസ്റ്റ് ആയിട്ടുള്ള ദാറ്റ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നെസ് ആണ് നമ്മുടെ ഗ്രീഷ്യൻ ഏൺ എന്ന് പറയുന്നത്. The more we try to paraphrase a poem, the more we try to explain the poem, it becomes very bad. അപ്പം നമ്മൾ ഒരു ഫസ്റ്റ് ഡയറക്റ്റ് റീഡിങ്ങിൽ തന്നെ ആ പോം മനസ്സിലാക്കാൻ നോക്കുന്നതാണ് is the best way to preserve the beauty of the poem. Okay, now the urn has an intimate relationship with quietness. That is, quietness is its usual companion. So the speaker develops the idea of quietness by suggesting the urn is somehow parented by silence and slow time. Foster child of silence and slow time എന്നാണ് ഏണിനെ വിളിക്കുന്നത് തന്നെ. And it gives a feeling that the urn can teach its observers something about the world in which it was made. Sylvan historian who can thus express a flowery tale more sweetly than a rhyme. അപ്പം നമ്മുടെ പോമിനൊക്കെ എന്താണ് ഈ ലോകത്തെ കുറിച്ച് പറയാൻ പറ്റുന്നതിനൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടും നന്നായിട്ടും ഒക്കെ ഏൺ നിനക്കാണ് പറയാൻ പറ്റുന്നത്. യു ക്യാൻ എക്സ്പ്രസ് മച്ച് ബ്യൂട്ടിഫുൾ tales about the world more than this particular poem can express. So the speaker suggests that the urn is better equipped to tell its story than the poetry. This poetry or any poetry. Next one. Did we miss a slide? No. Yeah. What leaf-fringed legend haunts about thy shape, of deities or mortals, or of both, in Tempe or the jails of Arcady?
What men or gods are these? What maiden float? What mad pursuit? What struggle to escape? What pipes and timbrels? What wild ecstasy? ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ആണല്ലേ ചോദിക്കുന്നത്. അപ്പം ഒരു എന്താണ് എസ്റ്റാബ്ലിഷസ് ദ പോം ആസ് എ കൈൻഡ് ഓഫ് ഇൻട്രോഗേഷൻ. ഇവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ നെഗറ്റീവ് കേപ്പബിലിറ്റി കാണാൻ പറ്റുന്നത്. അതായത് ദ പോയിന്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വേഗ്നെസ്, ഡൗട്ട്, ഓഫ് നോട്ട് നോയിങ് തിങ്സ്, അതിനകത്തൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഹീസ് ആസ്കിങ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്, ഹി ഡസൻ നോ, ഹി ഈസ് ഇൻ ഡൗട്ട്. This foregrounds gap between what they want to know about the urn and what they actually do know. അപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഏണിനെ കുറിച്ച് അറിയാം. അതും എന്താണ് നമുക്കിനി അറിയേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ദേ വോണ്ട് ടു നോ ആൻഡ് വാട്ട് ദേ ആക്ച്വലി നോ അബൌട്ട് ദ ഏൺ, ഇതിനെ കുറിച്ചുള്ള ആ ഒരു ഗ്യാപ്പ് ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ നോക്കൂ, വാട്ട് ലീഫ്, അത് ആ ഏണിനകത്തുള്ള ചെറിയ ചെറിയ എന്താണ് പിക്ചേഴ്സ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ആണ്. ചോദിക്കുകയാണ്, വാട്ട് ലീഫ്രിഷ് ലെജൻഡ് ഹാൺസ് അബൌട്ട് ദൈ ഷേപ്പ്, എന്താണ് നിന്റെ ഷേപ്പിന്റെ കാര്യം, എന്താണ് ഓഫ് ഡൈറ്റീസ് ഓർ മോർട്ടൽസ് ഓർ ഓഫ് ബോത്ത് ഇൻ ടെമ്പെ ഓർ ദ ഡെയിൽസ് ഓഫ് ആർക്കിഡ്, നിന്റെ അതിൽ കാണുന്ന രൂപങ്ങളൊക്കെ എന്താണ്. ഇനി ടെമ്പെ എന്ന് പറഞ്ഞാൽ ടെമ്പെ ഇസ് എ റീജിയൻ ഇൻ നോർത്തേൺ ഗ്രീസ്. അതേപോലെ ഡെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ വാലി എന്നുള്ള മീനിങ് ആണ്. ആൻഡ് ആർക്കിഡ് ഈസ് അഗൈൻ അനദർ റീജിയൻ ഇൻ ഏൻഷ്യൻ ഗ്രീസ്. അതൊക്കെ ഒരു നാച്ചുറൽ ബ്യൂട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് എപ്പോഴും പറയുന്ന പ്ലേസസ് ആണ് ഈ ആർക്കിഡിയും ടെമ്പയും ഒക്കെ. സോ ഓഫ് ഡൈറ്റീസ് ഓർ മോർട്ടൽസ് ഓർ ഓഫ് ബോത്ത്, നിന്റെ അതിനകത്തുള്ള പിക്ചേഴ്സ് രണ്ടും ഉണ്ടോ, ഡൈറ്റീസും ഹ്യൂമൻസും രണ്ടിന്റെയും പിക്ചർ ഉണ്ടോ? ആൻഡ് വാട്ട് മെൻ ഓർ ഗോഡ്സ് ആർ ദീസ്, എന്താണ് ഇതൊക്കെ? ആർ ദീസ് മെൻ ഓർ ആർ ദീസ് ഗോഡ്സ്, എന്താണിത്? What maiden sloth, and what mad pursuit, what struggle to escape. You just imagine in your mind that urn, and where there are figures of deities, humans, maidens, and somebody is pursuing someone. What mad pursuit, what struggle to escape, what pipes and timbrels, what wild ecstasy. എന്താണ് ചോദിക്കുകയാണ്. The point doesn't know. Excuse me. Yeah. Hope you can see. Yeah. But next line നമുക്ക് നോക്കാം. Heard melodies are sweet, but those unheard are sweeter. Therefore, yes, soft pipes play on, not the sensual ear, but more endeared. Pipe the spirit deities of no tone. Fair youth, beneath the trees, thou canst not leave thy song, nor ever can those trees be bare. അവൻ ട്രീന്റെ അടിയിൽ നിന്നിട്ട് ഒരു ഫെയർ യൂത്ത് ഉണ്ട്. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ കാണാം അതല്ലേ. നല്ലൊരു ട്രീന്റെ അടിയിൽ there is a fair youth who is piping. And Keats തന്നെ പറയാണ്, Keats is not able to hear the music which the fair youth is playing. But then Keats himself is telling, heard melodies are sweet, but those unheard are sweeter. നമ്മൾ കേൾക്കാത്ത പാട്ടുകൾക്ക് എപ്പോഴും മധുരം കൂടുതലാണ് അല്ലേ. So therefore, yes, soft pipes play on, yeah, play on. Even though I cannot hear that melody, I know that's much sweeter than any song that I've ever heard in my life. So not the sensual ear, but this music plays not to my sensual ear, but more endeared. Pipe the spirit deities of no tone. ഇതെന്റെ ഹൃദയത്തിലേക്കാണ് ആ പാട്ടുകൾ പോകുന്നത്. It's not into my sensual ear. Yeah. Fair youth beneath the trees, thou canst not leave thy song. നിനക്ക് ആ പാട്ട് നിർത്തിയിട്ട് എവിടെയും പോകാൻ കഴിയില്ല. ബിക്കോസ് വൈ, യു ആർ ഓൾറെഡി ഇൻ ദാറ്റ് ഏൺ. ഇനി നിനക്ക് എങ്ങോട്ട് എസ്കേപ്പ് ഇല്ല. നോർ എവർ ക്യാൻ ദോസ് ട്രീസ് ബി ബെയർ. അതേപോലെ ആ ട്രീസിന്റെ ദോസ് ബ്യൂട്ടിഫുൾ ലീവ്സ്, ദാറ്റ് ഗ്രീൻ ട്രീ that can never be bare in the autumn season. Leaves ഒന്നും ഒരിക്കലും കൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല. It's always there. It will be always there. The moment is frozen. Bold lover, never canst thou kiss, thou winning near the goal yet, do not grieve. She cannot fade, thou hast not thy bliss, thou hast not thy bliss. Forever wilt thou love and she be fair. The beautiful ആണല്ലേ. നോക്കൂ, പോയിട്ട് പറയാണ്. Again, the poet is seeing another image of a lover trying to kiss his lady love, and Keats is telling,
old lover never cancels thou kiss. നിനക്ക് ഒരിക്കലും അവളെ ഉമ്മ വെക്കാൻ പറ്റാൻ പോകുന്നില്ല. But though winning near the goal yet, do not grieve. അടുത്തെത്തിയായിരുന്നു, പക്ഷെ you couldn't kiss her, and you are never going to be able to kiss her. But don't be sad. Do not grieve. She cannot fade. She's never going to fade. Her beauty will always be the same. She is going to be always be the same. അവൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. Thou has not thy bliss, even though you couldn't have your bliss of kissing her, you couldn't enjoy the moment of kissing her. You were about to kiss, പക്ഷെ ഉമ്മ വയ്ക്കാൻ പറ്റിയില്ല. Forever wilt thou love. എന്നും നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചുകൊണ്ടേയിരിക്കും. Forever you will love and she be fair. അവൾ എന്നും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവളുടെ beauty will never be withered away. She'll always be the same. And your love will always be the same. അപ്പോൾ അതിനകത്ത് you can be happy about it. Even though you couldn't kiss her or you couldn't enjoy that moment of kissing, you can be happy that your love will remain the same. Her beauty will remain the same. അതിനകത്ത് നിനക്ക് സന്തോഷിക്കാം. Which is ഭയങ്കര ഹാപ്പിനെസ് അല്ലേ? നമുക്ക് ആ ഒരു മൊമെന്ററി കിസ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പ്രണയം എന്നും അതുപോലെ തന്നെ ഉണ്ടാവുക, അത്രയും ഫ്രഷ്നെസ്സോടുകൂടി ഉണ്ടാവുക. നമ്മളുടെ പാർട്ട്ണർ എന്നും ഒരേപോലെ ബ്യൂട്ടിഫുൾ ആയിരിക്കുക. മൊമെന്റ് ഓഫ് ഫ്രോസൺ, ദാറ്റ് മൊമെന്റ് ഇസ് ഫ്രോസൺ. അതാണ് ആർട്ടിന്റെ പ്രത്യേകത. So these lines shift the speaker's attention onto the figure of two lovers. അപ്പൊ നമ്മുടെ ഒരു fair youth piping അതിന്ന് മാറിയിട്ട് now it's a figure of two lovers whose lips are presumably close to meeting. The moment of intimacy between the lovers is preserved and, on the one hand, eternal. Because they are youthful figures, the speaker sees their preservation as beautiful but complicated. Though they cannot satisfy their lust, they'll never lose the physical and youthful beauty that enabled it. എപ്പോഴും ആ ഒരു നൈമിഷികത ഉണ്ടല്ലോ, ഈ മൊമെന്റ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞു പോകും എന്നുള്ളൊരു സാധനം, അത് കിഡ്സിന്റെ എല്ലാ പോയിട്രിയിലും കാണാൻ പറ്റും. ആൻഡ് കിഡ്സിന്റെ ലൈഫിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഹി ഡൈഡ് വെരി യങ്. ഇനി നെക്സ്റ്റ് ലൈൻ, a happy boss that cannot shed your leaves nor ever bid the spring adieu, and happy melodist unwearied, forever piping songs forever new. More happy love, more happy love. എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? I think I am destroying the beauty of the poem by trying to explain it. നമുക്ക് എന്നിട്ട് പറയാണ്, ആ മരങ്ങളുണ്ടല്ലോ, ആ ബ്യൂട്ടിഫുൾ ബ്രാഞ്ചസ് which has all the beauty of the spring, നിറയെ ഗ്രീനറി ഉള്ള, നിറയെ ഫ്ലവേഴ്സ് ഉള്ള സ്പ്രിംഗ് സീസണിലെ മരം. ആ മരത്തോട് പറയാണ്, ഹാപ്പി ബോസ് ദാറ്റ് കനോട്ട് ഷെഡ് യുവർ ലീവ്സ്. നിങ്ങളുടെ ലീവ്സ് ഒരിക്കലും പൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല. ആൻഡ് നെവർ യു ആർ ഗോയിങ് ടു ബിഡ് ഗുഡ് ബൈ ടു സ്പ്രിംഗ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൾവേസ് സ്പ്രിംഗ് ഫോർ യു. ഒരിക്കലും ആ ട്രീസിന്റെ ഇലകളൊക്കെ ഒഴിഞ്ഞത് വേറായിട്ട് നിൽക്കില്ല. ആൻഡ് ഹാപ്പി മെലഡിസ്റ്റ് അൺവേറിഡ്. അപ്പൊ താഴെ നിന്ന് പ്ലേ ചെയ്യുന്ന ആ ഫെയർ യൂത്തോ, he's never going to be tired. He will always be happy. Forever piping songs, forever new. And all the songs that this guy is piping will always be new. ഒരിക്കലും അത് out of fashion ആവാൻ പോകുന്നില്ല. And more happy love, more happy love. നമുക്ക് വായിച്ചു നോക്കാം എഴുതിയേക്കുന്നത്. Represents the emotional height of the poem in terms of marking the moment when the speaker feels most positively towards the urn. അപ്പം ഇതാണ് ആ ഒരു ഓർഗാസ്മിക് മൊമെന്റ് എന്നൊക്കെ പറയുന്നത്. ദ പോയിന്റ് ഇസ് at the height of emotions. And എന്താണ്, he marks the moment when he feels most positively towards the urn. He projects a sense of ultimate eternal happiness onto the urn. The implication is that music, the natural world and love are the most important aspects of life. And അത് അങ്ങനെ തന്നെ ഈ ഏണിൽ പ്രിസർവ് ചെയ്ത് അതിനകത്ത് ഒരു ചേഞ്ചും വരില്ല എന്ന് പറയാണ്. ആൻഡ് the embrace of each in real life is unsettled by the fact that before too long they have to come to an end. അപ്പൊ റിയൽ ലൈഫിലാണെങ്കിൽ ഇതൊക്കെ വേഗം കഴിഞ്ഞു പോകും. പാട്ടാണെങ്കിലും നമ്മുടെ എന്താണ് സൗന്ദര്യമാണെങ്കിലും പ്രണയമാണെങ്കിലും ഒക്കെ വേഗം കഴിഞ്ഞു പോകും അല്ലെ. ഇറ്റ്സ് ഓൾ മൊമെന്ററി. ആ ഒരു നൈമിഷികത ഉണ്ടല്ലോ, അത് കഴിഞ്ഞു പോകും. പക്ഷെ ഒരു വർക്ക് ഓഫ് ആർട്ടിനകത്താവുമ്പോൾ അത് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കുന്നത് അതുകൊണ്ടല്ലേ, ആ ഒരു ഫോട്ടോയിൽ നോക്കുമ്പോൾ വി കൻ സീ അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ആ മൊമെന്റ്സ് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ റിയൽ ലൈഫിലാണെങ്കിൽ ഇറ്റ്സ് ഫ്ലീറ്റിംഗ്. ഇനി അടുത്ത് നോക്കാം. Forever warm and still to be enjoyed, forever panting and forever young,
all breathing human passion far above, that leaves a heart high sorrowful and cloyed, a burning forehead and a parching tongue. അപ്പൊ വീണ്ടും പോയിട്ട് പറയാണ്. അപ്പം എന്നും അത് വാമായിട്ടും സ്റ്റിൽ ഇറ്റ് കെൻ ബി എൻജോയ്ഡ് ഫോർ എവർ പാൻറ്റിങ് വിത്ത് പാഷൻ, ഫോർ എവർ യങ്. അങ്ങനെയാണ് ഏണിനകത്തുള്ള കാര്യങ്ങളൊക്കെ. All breathing human passion far above. എന്നും they breathe human passion. That leaves a heart high sorrowful and cloyed, a burning forehead and a parching tongue. നമ്മളെ ഹൃദയത്തെയൊക്കെ ഭയങ്കര വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കുന്ന രീതിയിലാണ് ആ ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ. അവിടെ പോയിന്റ് പറയാണ്, പോയിന്റിന്റെ ചുറ്റുമുള്ള വേൾഡിലാണ് പോയിന്റ് നിന്നിട്ടാണ് ആ ഏണിലേക്ക് നോക്കുന്നത്. സോ ദാറ്റ് ഏൺ, ദാറ്റ് പെർമനൻസ് കാണുമ്പോൾ തന്നെ it leaves his heart high sorrowful and cloyed, a burning forehead and a parching tongue. A beautiful selection of words ആണല്ലേ. The idealized form of love and passion as represented by the urn as opposed to the realities of love and passion. അപ്പം റിയാലിറ്റി എന്ന് പറയുന്നത് വേറെയാണ്, എപ്പോഴും ചേഞ്ചസ് വരുന്ന, ഭയങ്കര ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര മൊമെന്ററി ആണ് എല്ലാം അല്ലേ. പക്ഷേ ഒരു ഐഡിയലൈസ്ഡ് ഫോം ഓഫ് ലവ് പാഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ്. ആ ഒരു ഡിഫറൻസ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് തന്നെ ഇറ്റ് ലീവ്സ് എ ബേണിംഗ് ഫോർഹെഡ് ആൻഡ് എ പാച്ചിങ് ടങ്. അങ്ങനെയാണ്. ആൻഡ് ദിസ് പർട്ടിക്കുലർ ലൈൻസ് ഡിവൈഡ് ദ ഏൺസ് ഇമോർട്ടലൈസ്ഡ് വേൾഡ് ഫ്രം ദ സ്പീക്കേഴ്സ് റിയൽ വേൾഡ്. ഏണിനകത്തുള്ളതൊക്കെ ഇമോർട്ടലാണ്, ഫോർ എവർ. അപ്പൊ വീണ്ടും കീറ്റ്സ് ആ ഏണിനകത്തുള്ള കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാണ്. Oh, who are these coming to the sacrifice? To what green altar? Oh, mysterious priest, leadest thou that heifer lowing in the skies, and all a silken flanks with garlands dressed? അപ്പോൾ വീണ്ടും അടുത്തതാണ്. അപ്പോൾ അതിനകത്ത് നമുക്കത് കാണാം, ഈ ലൈൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിൽ വരുന്നുണ്ട് അല്ലെ. ഒരു പ്രൊസഷൻ, അതിനകത്ത് ഒരു പ്രീസ്റ്റ് ഉണ്ട്, ഒരു കൗ വിച്ച് ഇസ് ലുക്കിംഗ് അപ്വേർഡ്സ് ദ സ്കൈ ഉണ്ട്, എന്നിട്ട് ആ ഹെയ്ഫറിന്റെ തന്നെ ആ ഒരു സിൽക്കൻ ഫ്ലാങ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. യു കെൻ സീ റൈറ്റ്. So again ഒരു ന്യൂ സീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, which appears to be a procession or a religious ceremony. അപ്പൊ ഇതിനകത്ത് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാണ്, ഒരു ഇൻട്രോഗേറ്റീവ് മാനറിലാണ്, ഒരു ക്ലാരിറ്റി വീണ്ടും ലാക്ക് ചെയ്യാണ്. അപ്പം ഇത് ആരാണ് ഈ ക്യാരക്ടേഴ്സ് ഒന്നും അറിയാൻ പറ്റുന്നില്ല, അതിനകത്തുള്ള ഒരു ഇറിറ്റേഷൻ ഒക്കെയാണ് പോയിന്റ് കാണിക്കുന്നത്. സോ ദീസ് ക്യാരക്ടേഴ്സ് ആർ ഹെഡിങ് സംവെയർ വിത്ത് എ പേർപ്പസ്. അവര് ഒരിക്കലും അവരെങ്ങോട്ടാണോ പോകുന്നത് അവിടെ എത്തില്ല, എങ്കിലും they are going with a purpose. The heifer എന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ, കൗ എന്നുള്ളതാണ് മീനിങ് കേട്ടോ, a young cow. It is dressed in ceremonial garb, അതാണ് ഈ സിൽക്കൻ ഫ്ലാങ്സ് എന്നൊക്കെ പറയുന്നത്. And her posturing towards the sky, it's looking upwards, suggestive of imminent sacrifice. അപ്പൊ ഉടനെ അതിനെ കൊല്ലാൻ കൊണ്ടുപോകണം എന്തായാലും. And the speaker cannot find a way into the scene and begins to feel themselves to be an outsider, kept apart from the ceremony's significance by physical and temporal distance. അപ്പം നോക്കൂ, ഈ ലൈൻസിനകത്തൊക്കെ ആ ഒരു ഇൻട്രോഗേറ്റിംഗ് രീതിയിലല്ലേ, എല്ലാം ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ വീണ്ടും ചോദിച്ചിരിക്കുന്നത്. സോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പോയിന്റ് ഫീൽസ് ഹിംസെൽഫ് ആസ് എൻ ഔട്ട്സൈഡർ. പോയിന്റിന് ഒരിക്കലും ആ പ്രൊസഷനിൽ ജോയിൻ ചെയ്ത് അവർ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് അതിന്റെ പേർപ്പസ്, അവരിൽ ഒരാളാവാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾവേസ് എൻ ഔട്ട്സൈഡർ. സ്പേഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ട്, ടെമ്പറൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം he is away from all this. അപ്പം അതിനകത്തുള്ള ഇൻവോൾവ് ആവാൻ പറ്റാത്തതിലുള്ളൊരു ഇറിറ്റേഷനോ പരിഭവമോ ഒക്കെ നമുക്ക് ആ ലൈൻസിൽ കാണാൻ പറ്റും. Now next, what little town by river or seashore or mountain built with peaceful citadel is emptied of this folk, this pious morn? And little town, thy streets forevermore will silent be, and not a soul to tell why thou art desolate can ever return. അപ്പം വീണ്ടും ആള് തന്നെ പറയാണ്, ഇവര് എവിടുന്നായിരിക്കും ഇറങ്ങിയിരിക്കുക, അതായത് ഇവരിപ്പോ അവിടുന്ന് ഇറങ്ങിയപ്പോ ഏതോ ഒരു സ്ഥലം is desolate and deserted അല്ലേ. What little town by river or seashore or mountain built with peaceful citadel is emptied of this folk, this pious morning. ഈ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള സമയത്ത് ഇവര് എവിടുന്നായിരിക്കും, ഏത് സ്ഥലത്തു നിന്നായിരിക്കും ഇവര് വരുന്നത്. ആൻഡ് ലിറ്റിൽ ടൗൺ ദൈ സ്ട്രീറ്റ്സ് ഫോർ എവർ മോർ വിൽ സൈലന്റ് ബി. ഇനി ഈ ആളുകളൊന്നും ഒരിക്കലും തിരിച്ചു പോകാൻ പോകുന്നില്ല, ബിക്കോസ് ദേ ആർ ഫ്രോസൺ. അപ്പോ ആ സ്ട്രീറ്റ്സ് ഒക്കെ എന്നും ഇനി ഒഴിഞ്ഞു തന്നെ കിടക്കും അല്ലേ. And not a soul to tell why thou art desolate can ever return. അപ്പോൾ ഒരാൾ പോലും ഇന്നും തിരിച്ചു പോകാൻ പോകുന്നില്ല. There is not a soul to tell
Why thou art desolate can ever return. അപ്പം ഇവിടെയെന്ന് വെച്ചാൽ this is a kind of photographic negative implied by the crowd heading to the sacrifice. അപ്പം that empty place they have left behind. എനിക്കൊക്കെ മനസ്സിലായി, I can see that. ഭയങ്കര empty, അവരെല്ലാരും കൂടെ ഒരു പ്രൊസഷന് പോയി, none of them comes back, and that place from where they started, അവരുടെ വീട്, അവരുടെ എല്ലാം, it's all deserted, it's empty. I'm sure you also must be able to see in your mind. The unknowability of the past intensifies here. അപ്പം മുന്നേ എന്തായിരുന്നു, ഇവർ എവിടെ നിന്നാണ് ഇറങ്ങിയത് എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. The speaker doesn't know who these people are or from where they came. Their stillness is not celebrated by the speaker in the way that the lover's stillness preserved them in a moment of passion. അപ്പം ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു, അതായത് ആ ലവേഴ്സ് ഒക്കെ അതൊക്കെ ഭയങ്കര വേറൊരു ടോണിലാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു കൈൻഡ് ഓഫ് സെലിബ്രേഷൻ, ഇവരുടെ ആ ഒരു സ്റ്റിൽനെസ്സിൽ ഉള്ളൊരു സെലിബ്രേഷൻ അല്ല നമ്മൾ കാണുന്നത്, കൈൻഡ് ഓഫ് ഇറിറ്റേഷനോ ഒരു ഡിസ്റ്റർബ്ഡ് ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ, അല്ലെ? This stillness now makes the speaker think of emptiness, mirroring the emotional climb down of the poem towards an anxious conclusion. ശരിയല്ലേ? ആ നേരത്തുള്ള മൂഡല്ലല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഐഡിയ ഓഫ് എറ്റേണിറ്റി ഇൻ ദ പോം subtly shifts from being one about preserving the best of human life to the fundamental mystery of what it means to be alive, അല്ലേ? ശരിക്കും പറഞ്ഞാല് നേരത്തെ നമ്മൾ കണ്ട എന്താണ്, ആ ഒരു ലവും നാച്ചുറൽ ബ്യൂട്ടിയും ലൈഫും ഒക്കെ അതേപോലെ പ്രിസർവ് ചെയ്ത് ഇറ്റ് നെവർ ചേഞ്ചസ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ തിങ് ആണ് കണ്ടത്. ബട്ട് നൗ ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത്, ശരിക്കും നമ്മളുടെ ഒരു എക്സിസ്റ്റൻസിന്റെ തന്നെ മീനിങ് എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി എ ലൈഫ്? നമ്മൾ രാവിലെ എണീക്കുന്നു, ലൈക്ക് വി ഡു സോ മെനി തിങ്സ് ആൻഡ് നോക്കൂ, ഇറ്റ്സ് ഫ്രോസൺ നൗ. ഇപ്പം അവര് ജീവിച്ചിരുന്ന സ്ഥലത്തൊക്കെ എന്താണ്, ആരാണ് ഒന്നും അറിയുന്നില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡെസേർട്ടഡ്, അല്ലേ? അപ്പം ആ ഒരു ഫണ്ടമെന്റൽ മിസ്റ്ററി ഓഫ് നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, ദാറ്റ് എക്സിസ്റ്റൻഷ്യൽ മിസ്റ്ററി, അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് പോയിട്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ദാറ്റ് ഷിഫ്റ്റ് ആൻഡ് ഓൺ. ആൻഡ് ഓ ആറ്റിക് ഷേപ്പ്, ഫെയർ ആറ്റിറ്റ്യൂഡ്, with breed of marble men and maidens overwrought, with forest branches and the trodden weed, thou silent form dost tease us out of thought as doth eternity, cold pastoral. അപ്പൊ വീണ്ടും വിളിക്കുകയാണ്, ഓ ആക്ടിക് ഷേപ്പ്, ഫെയർ ആറ്റിറ്റ്യൂഡ്, വിത്ത് ബ്രീഡ് ഓഫ് മാർബിൾ മെൻ ആൻഡ് മെയ്ഡൻസ് ഓവർഔട്ട്. അപ്പം ആ ഏണിനകത്തുള്ളൊരു ആർട്ട് നിങ്ങൾ മനസ്സിൽ കാണണം കേട്ടോ. ഇങ്ങനെ മെൻ ആൻഡ് വിമൻ ബ്രെയ്ഡഡ്, ഇങ്ങനെ ആ ഒരു ഡിസൈൻ ഒക്കെ മനസ്സിൽ കാണണേ. വിത്ത് ഫോറസ്റ്റ് ബ്രാഞ്ചസ് ആൻഡ് ട്രോഡൻ വീഡ്, അവിടെ ഇവിടെ കുറച്ച് വള്ളികളും വീഡ്സും ഒക്കെ ഉണ്ട്. Thou silent form does tease us out of thought as doth eternity. You are teasing us, you are teasing us. നമ്മളുടെ ചിന്തകളെയൊക്കെ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ് ചെയ്യാണ് നീ, ഡിസ്റ്റർബ് ചെയ്യാണ് നീ. കോൾഡ് പാസ്റ്ററൽ. വായിച്ചു നോക്കാം. The speaker has come out of their trance-like state and sees the shape of the urn once again. അപ്പം ഇത്രയും നേരം ആളൊരു ട്രാൻസിലായിരുന്നു, ലൈക്ക് ഹി വാസ് തിങ്കിങ് ഓഫ് ദ പ്ലേസ് ഫ്രം വേർ ദിസ് പ്രൊസഷൻ സ്റ്റാർട്ടഡ്. അവിടെ ഇപ്പം ആരും ഉണ്ടാവില്ല, എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ആ കംപ്ലീറ്റ്ലി അതിനകത്തായിരുന്നു. നൗ ആ ട്രാൻസ് നോക്കാം മെല്ലെ വെളിയിൽ വന്ന് ഹി സീസ് ദ ഷേപ്പ് ഓഫ് ദ ഏൺ വൺസ് അഗെയിൻ, അല്ലേ? അപ്പൊ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യാണ് ഏണിനെ. ആൻഡ് ദ മെറ്റീരിയാലിറ്റി ഓഫ് ദ ഏൺ കംസ് ബാക്ക് വിത്ത് ഫോഴ്സ്. Its scenes are now marble and its surface is cold. അപ്പൊ ഇപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് മെയ്ഡ് ഓഫ് മാർബിൾ മെൻ ആൻഡ് മെയ്ഡൻസ്. അതിന്റെ അവസാനം പറയുന്നുണ്ട് കോൾഡ് പാസ്റ്ററൽ. അപ്പൊ ഇപ്പൊ അതിന്റെ നമുക്ക് നേരത്തെ ഒരു ട്രാൻസിലായിരുന്നു, അതിനകത്തുള്ള ആർട്ടിനകത്തെ ആയിരുന്നു പോയിട്ട്. നൗ ഹി ഈസ് ഏബിൾ ടു റിയലൈസ് ദാറ്റ് ഇറ്റ്സ് മാർബിൾ, ഇറ്റ് ഫീൽസ് കോൾഡ് ഓൺ ദ ഔട്ട്സൈഡ്. And the urn no longer seems to offer the speaker the glimpse of humanity that it did earlier on, and instead offers no easy answers to the mysteries of life. Now he's puzzled. ആള് എന്താണ്, what does it really mean to be alive എന്നൊക്കെ ആലോചിച്ച് പോവാണ്. അപ്പോ ഇപ്പം നേരത്തെ തന്നൊരു സുഖം ഒന്നും മോൻ തരുന്നില്ല. അപ്പോ ഇനി വീണ്ടും പോയിട്ട് പറയാണ്, when old age shall this generation waste, thou shalt remain in midst of other woe than ours, a friend to man, to whom thou sayest, beauty is truth and truth beauty, that is all ye know on earth and all ye need to know. അപ്പോ വീണ്ടും പറയാണ്, when old age shall this generation waste, thou shalt remain. അപ്പൊ ഞങ്ങളൊക്കെ കടന്നു പോയാലും you will remain
in the midst of other woe than ours, a friend to man to whom thou sayest. You will always remain as a friend to man, and you will tell to the coming generations what and the പറയും beauty is truth beauty. That is all you know on earth and all you need to know. അത് മാത്രം അറിഞ്ഞാൽ മതി. മനുഷ്യർ അത് മാത്രം അറിഞ്ഞാൽ മതി. So let's read കൂടുതൽ explain ചെയ്യാൻ നമുക്കത് വായിച്ചു നോക്കാം. Explaining makes it bad actually. Poems are not to be explained. Poems are to be read and enjoyed. So brought back to the reality of the present moment, no longer immersed in the imagined historical world that the urn portrays. അപ്പൊ ഇത്രയും നേരം ആ ലവേഴ്സിന്റെ കൂടെയും ആ ഫെയർ യൂത്തിന്റെ കൂടെയും ആ പ്രൊസഷനിലും അകത്തുമൊക്കെയായിരുന്നു പോയിറ്റ്. ഇറ്റ്സ് നൗ ദാറ്റ് ദ പോയിറ്റ് ഇസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ട്രാൻസ്. The urn has already survived multiple generations of people since it was made, and therefore is as much a depiction of death as it is of life that credited it. അപ്പം എത്രയോ ജനറേഷൻസിന് ഈ ഏൺ കണ്ടിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എത്രത്തോളം ലൈഫ് കണ്ടിട്ടുണ്ടോ അത്രത്തോളം ഡെത്തും ആ ഏൺ കണ്ടിട്ടുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി ഏൺസ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? സ്റ്റോർ ദ ആഷസ് അല്ലേ, നമ്മളുടെ എന്താണ് ഹ്യൂമൻ ആഷ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏൺ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു റെഫറൻസും ആയിരിക്കാം. അപ്പൊ എനിവേ ദ ഏൺ depicts life, at the same time urn depicts death. Now the speaker sees this as something fundamentally melancholic, imagining that the woe of their own generation will only be replaced by a different kind of sadness, most likely linked directly to mortality. അപ്പോൾ ഇവിടെ പറയുന്നില്ലേ എവിടെ യു ഷൽ റിമെയിൻ ഇൻ മിഡ്സ്റ്റ് ഓഫ് അതർ വോ ദൻ അവേഴ്സ്. അപ്പം ഞങ്ങളുടെ വിഷമമായിരിക്കില്ല ചിലപ്പോൾ ഇനി വരുന്ന ജനറേഷനിലുള്ളത്. ബട്ട് അൾട്ടിമേറ്റ്ലി എവ്രിബഡി ഈസ് മെലങ്കലിക്. One woe, like one sadness, one worry, one anxiety is replaced by another. ഇന്നൊരു വിഷമാണെങ്കിൽ നാളെ വേറൊരു വിഷമം, ഒരാൾക്ക് ഒരു സ്ട്രഗിൾ ആണെങ്കിൽ വേറൊരാൾക്ക് വേറൊരു സ്ട്രഗിൾ. So you will see all these woes, all these struggles, all these vishamam, and you will remain as a friend to man. The speaker acknowledges that given how long the urn has survived, it is more than likely that it will survive them too. ഇപ്പൊ ഇത്രയും നാൾ സർവൈവ് ചെയ്തു, അതേപോലെ തന്നെ ഇനിയും ഒരുപാട് ജനറേഷൻസ് സർവൈവ് ചെയ്യും. ആൻഡ് ഓൾ ദെൻ ദ ഏൺ വിൽ ഹാവ് ടു ടെൽ ലൈക്ക് കൺവേ ടു കമ്മ്യൂണിക്കേറ്റ് ടു കമ്മിങ് ജനറേഷൻസ് ദാറ്റ് ഡ്യൂട്ടി ഈസ് ട്രൂത്ത് ഡ്യൂട്ടി. ആൻഡ് അത് മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. അത് ഏണിന്റെ എക്സിസ്റ്റൻസ് തന്നെ കൺവേ ചെയ്യുന്നുണ്ടല്ലേ. ഡ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഡ്യൂട്ടി, ദാറ്റ് ഈസ് ഓൾ യു നോ ഓൺ എർത്ത് ആൻഡ് ഓൾ യു നീഡ് ടു നോ. ഏതോ ഒരു നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ലൈൻസ് ഇങ്ങനെ ജംബിൾ ചെയ്തിട്ട് അത് ഓർഗനൈസ് ചെയ്യാൻ, കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് ചോദിക്കാം. ദീസ് ആർ ഓൾ വെരി ഫേമസ് ലൈൻസ് വിച്ച് ആർ ബൗണ്ട് ടു നോ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നൗ എന്തൊക്കെയായിരുന്നു തീംസ് എന്നുള്ളത്? ആർട്ട്, ബ്യൂട്ടി, ട്രൂത്ത്, മോർട്ടാലിറ്റി, ഹിസ്റ്ററി ആൻഡ് ഇമാജിനേഷൻ ഒക്കെ തീംസ് ആണ്. ദീസ് വെർ ഓൾ വെൽ എക്സ്പ്ലെയിൻ. ഈ തീംസ് ഒക്കെ നിങ്ങൾക്ക് പോം വായിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ദെൻ ചോദിക്കും, ലൈക്ക് നമ്മളിതെല്ലാം നോക്കുമ്പോൾ ദെൻ പെട്ടെന്ന് നമ്മളോട് ഇത് അതിന്റെ തീം ആയിരുന്നോ, ഈ പോം അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിന്റെ തീം ആയിരുന്നോ എന്ന് ചോദിച്ചാൽ സംടൈംസ് വി ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അതുകൊണ്ട് ഐ ജസ്റ്റ് റോട്ട് ഇറ്റ്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാട്ട് ഇസ് എ തീം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. ഈവൻ നിങ്ങളുടെ മെനിങ്ങാത്ത മോക്ക് ടെസ്റ്റിലും അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പം അതൊക്കെയാണ് തീംസ്. മോർട്ടാലിറ്റി ഉണ്ട്, ഹിസ്റ്ററി ആൻഡ് ഇമാജിനേഷൻ ഉണ്ട്, ആർട്ട്, ബ്യൂട്ടി, ട്രൂത്ത് ഉണ്ട്. ഇനി സിമ്പിൾസ്, മ്യൂസിക് ഒരു സിമ്പിളാണ്, നേച്ചർ ഒരു സിമ്പിളാണ്, അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തുള്ള മീനിങ്സ് ഒക്കെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ദാറ്റ് യു ക്യാൻ ലേറ്റർ ഗോ ത്രൂ കേട്ടോ. ഐ ഷെയർ ദ നോട്ട്സ് ഇൻ യുവർ ക്ലാസ് റൂം. അപ്പൊ അത്രയാണ്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാന്നുള്ളത് ആ ഇനിഷ്യൽ സ്ലൈഡ്സ് ഒക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. അതിനകത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കീറ്റ്സിന്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കണം. പിന്നെ ഇത് ഏത് എന്താണ് ഏത് വർക്കിൽ ഏത് കളക്ഷനിലാണ് ആദ്യം വന്നത്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കണം. ഹൗ മെനി ലൈൻസ്? 50 ലൈൻസ്, 5 സ്റ്റാൻസാസ്, 10 ലൈൻസ് ഈച്ച്. പിന്നെ റൈം സ്കീം എന്താണെന്ന് നോക്കണം. പിന്നെ എന്താ നോക്കണ്ടേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് നിർബന്ധമായിട്ട് നോക്കി വെക്കും. പിന്നെ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്? ബെഞ്ചമിൻ ഹെയ്ഡനും പിന്നെ മറ്റേ എൽജിൻ മാർബിൾ മ്യൂസിയം ഉള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഈ ഗ്രേറ്റ് ഓഡ്സ് ഓഫ് 1819 ഏതൊക്കെയാണ്? 5 ഓഡ്സ് ആണുള്ളത്. അപ്പം അത് നോക്കണം. ഗിവൺ ഇറ്റ്. അപ്പോൾ അങ്ങനെ നോക്കണം കേട്ടോ. അപ്പം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോണേ ഗ്രീഷ്യൻ എണ്ണകത്ത് അത്യാവശ്യം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സ് ആണ് കേട്ടോ. അപ്പം സ്റ്റഡി വെൽ.
ഞാനിനി ഓ ടു എ സ്കൈലാർ കം ടു യു സൂൺ വിത്ത് ഓ ടു എ സ്കൈലാർ. അപ്പം കീപ് സ്റ്റഡിങ്. ഇപ്പം നിങ്ങൾ HSSന്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. We'll discuss about it very soon. Thank you for listening to me. Happy learning. Bye.